ഹലോ ഗായ്സ്, അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വ്ളോഗാണ്. എല്ലാവരും അവസാനം വരെ കാണാട്ടോ. ഒട്ടും വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊരു ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ഫംഗ്ഷൻ്റെ സ്റ്റേജ് ആൻഡ് എൻട്രി ഡെക്കറേഷൻസ് ആണ് ഈ കാണുന്നത്. എപ്പോഴത്തെ പോലെ തന്നെ ആദ്യം ഒരു വാട്ടർമെലൺ ജ്യൂസ് കുടിച്ച് തന്നെ തുടങ്ങി. ഗൈസ്, ഇതാണ് നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഉണ്ടായിരുന്നത്. ഒരു പീസ് ചിക്കൻ മോമോ, ചിക്കൻ സ്പ്രിംഗ് റോൾ, ഒപ്പം തന്നെ നല്ല ചൂടൻ ഫ്രഞ്ച് ഫ്രൈസും. ഗൈസ്, എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സ്നാക്ക് ഐറ്റം ആണ് കേട്ടോ ഈ ചിക്കൻ മോമോ. അത് ആ സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റീംഡ് ചിക്കൻ മോമോയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഈ 3 ഐറ്റംസും എത്ര വേണേലും തരൂ കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ മോമോ ലവേഴ്സ് ആണെങ്കിൽ ഈ വീഡിയോയ്ക്കിടയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സൈസ് ഇച്ചിരി ചെറുതായിരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ പിന്നെയും വാങ്ങി കഴിക്കുന്ന ഒരു മെയിൻ താരമായിരുന്നു നമ്മുടെ ചിക്കൻ മോമോസ്. പിന്നെ ഗൈസ്, നെക്സ്റ്റ് ഞാൻ നമ്മുടെ ചിക്കൻ സ്പ്രിംഗ് റോളാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതും ഒരു രക്ഷയില്ലാത്ത നല്ല കിടിലൻ ഐറ്റം ആയിരുന്നു. നല്ല ചൂടും ഒപ്പം തന്നെ നല്ല ക്രിസ്പിനെസ്സും ഉണ്ടായിരുന്നു. ഉള്ളിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫില്ലിങ്സ് ആയിരുന്നു സ്റ്റഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട് വേറെയും ഐറ്റംസ്. നല്ല പഞ്ഞി പോലത്തെ വെള്ളയപ്പം, റുമാലി റൊട്ടി, താറാവ് റോസ്റ്റ്, പോർക്ക് റോസ്റ്റ്, നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ് ഉലർത്തിയത്, ചിക്കൻ ബിരിയാണി ഇല്ലാത്ത എന്ത് പരിപാടിയല്ലേ. ഇനി ഇവിടുത്തെ സാലഡ് കൗണ്ടർ ഒന്ന് കാണാം. അമേരിക്കൻ കോൺ സാലഡ്, റഷ്യൻ സാലഡ്, മെക്സിക്കൻ സാലഡ്, സ്വീറ്റ് കോൺ സാലഡ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് സാലഡ്സ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഇതൊരു കൺഫ്യൂഷൻ ആക്കുന്ന സ്റ്റേജ് തന്നെയായിരുന്നു. കണ്ടല്ലോ, അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ചിക്കൻ ബിരിയാണി, നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് ഉലർത്തിയതും വെള്ളയപ്പവും ആയിരുന്നു. വെള്ളയപ്പം അതിനിടയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. പോരാത്തതിന് ഉച്ച സമയം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, മെയിൻ കോഴ്സ് തന്നെ നല്ല ഗംഭീരമായിട്ടങ്ങ് തുടങ്ങി വെച്ചു. നമ്മുടെ വെള്ളയപ്പവും ബീഫ് കൂടെ കഴിച്ചു നോക്കി, അടിപൊളി. നെക്സ്റ്റ് കുറച്ച് വെജിറ്റേറിയൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. രണ്ടാമത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കുറച്ച് വെജ് ഫ്രൈഡ് റൈസും നല്ല സോഫ്റ്റ് പനീർ ബട്ടർ മസാലയും പിന്നെ ഈ കോളിഫ്ലവർ പൊരിച്ചതും. അത്രയും പോരെ. സോ പ്രത്യേകിച്ച് കല്യാണ പരിപാടി കൂടി ആകുമ്പോൾ നമ്മൾ ഈ വെജും നോൺ വെജും ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ഗൈസ്, ദാ ഇവിടെ റൈത്തയുണ്ട്, പിക്കിള് തന്നെ പലതരം ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള സാലഡ്സ് ആയിരുന്നു. പിന്നെ വെജ് കൗണ്ടറിൽ ഉണ്ടായിരുന്നത് നമ്മുടെ സെയിം ഐറ്റംസായ അപ്പം, റുമാലി, വെജ് കുർമ, വെജ് ഫ്രൈഡ് റൈസ്, പിന്നെ കോളിഫ്ലവർ. അതുകൂടാതെ നമ്മുടെ സാദാ ചോറും കറികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കഷ്ണം മീൻ വറ്റിച്ചത്, ബീഫ് ഉലർത്തിയതുണ്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മാംഗോ പാൽക്കറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, മെഴുക്ക് പുരട്ടി, തോരൻ, മാങ്ങയച്ചാറ്, അത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ്, ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഡെസേർട്ട് ഏരിയ ആണ്. നല്ല ചോക്ലേറ്റ് പേസ്ട്രി അടുക്കി വെച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റ്, നല്ല സ്പോഞ്ച് പോലെ ക്രീമി ആയിരുന്നു. നെക്സ്റ്റ് നമ്മുടെ ക്യാരറ്റ് ഹൽവയാണ്. ഐസ്ക്രീം ആകെ വാനില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ഈ കട്ട് ഫ്രൂട്ട്സ് ആണ്. ഈ കട്ട് ഫ്രൂട്ട്സ് ഒരുപാട് പേര് മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു, കാരണം നല്ല ഹെൽത്തി ആണല്ലോ. ബട്ട് ഞാൻ നമ്മുടെ ബാക്കി 3 ഐറ്റംസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. രണ്ടും ഐസ്ക്രീമിൻ്റെ കൂടെ പോകുന്നതാണ്. പിന്നെ സാധാരണ നമ്മൾ ബിരിയാണിയുടെ ഒക്കെ കൂടെ എടുക്കുന്ന കച്ചമ്പർ സാലഡ്, നെല്ലിക്ക ഉപ്പിലിട്ടത്, പിന്നെ നമ്മൾ ഈ സാൻഡ്വിച്ച് ആയിട്ടൊക്കെ കഴിക്കുന്ന ടൈപ്പ് ബണ്ണ്, അങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്ര ഐറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ചെക്കനും പെണ്ണും കൂടെ ഹാളിലേക്ക് വന്നു. കെട്ടിൻ്റെ ടൈം കുറച്ച് ലേറ്റ് ആയിരുന്നതുകൊണ്ട് അവരെത്തിയപ്പോഴും കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് തകർക്കുന്നുണ്ട്. പിന്നെ വന്നപ്പോൾ തന്നെ നമ്മുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഒരു ചെറിയ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും നല്ല ക്യൂട്ട് ആൻഡ് എനർജറ്റിക് കപ്പിൾസ് ആയിരുന്നു. പിന്നെ ഇവരുടെ ക്രിസ്ത്യൻസിൻ്റേതായിട്ടുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ ആയിരുന്നു ബാക്കി. പിന്നെ അവരുടെ ലാമ്പ് ലൈറ്റിംഗ് സെർമണി, കേക്ക് കട്ടിംഗ് സെർമണി, വൈൻ ടോസ്റ്റിംഗ് സെർമണി ഒക്കെ കണ്ടങ്ങനെ ഇരുന്നു. അപ്പോൾ ഗൈസ്, ഇനിയും ഞാൻ ഇതുപോലത്തെ കിടിലൻ വീഡിയോസായിട്ട് വരുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ആവാറായി. നിങ്ങളുടെ വിലയേറിയ സജഷൻസും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ.